KSRTC. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു അങ്കലാപ്പാണ് അല്ലേ? ഇതാ ഫ്രീ ആയി ബോഡി മസാജിങ്ങും സുഖചികിത്സയും ഒക്കെ തരുന്ന ഈ KSRTCയും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട TP നമ്പർ 345 ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർ തിക്കും തിരുക്കും കൂട്ടാതെ വന്ന് മേടിച്ചോണ്ട് പോകേണ്ടതാണ്. സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക്. വിലാസിനി ഫ്ലൈൻ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞെങ്കിൽ ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണമെന്നേ. പണ്ടത്തെ പോലെയൊന്നുമില്ല. കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടേണ്ടല്ലോ. നല്ല അടിയാൻ വെച്ചു കൊടുക്കണം. എന്താണോ ഇത്? മുടി വെട്ടിക്കാൻ പോയത് ഒരുപാട് കുറഞ്ഞു പോയോ? ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ ഈശ്വര? ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റും പേമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധനം പോയ ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോവുകയും ചെയ്തു. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തണം. പൊന്നു സുഹൃത്തെ, രണ്ടു കാലിലും പാറമടയാണ് സാർ. എന്തെങ്കിലും തരണം സാർ. എന്ത് കഷ്ടം സാർ, പത്രം വായിക്കും സാർ. എന്തെങ്കിലും തരണം സാർ. രണ്ടു കാലിലും പാറമടയാണ് സാർ. പാവമാണ് ചാറ്റ തന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കട്ടപ്പന, കുമളി, വണ്ടൻമേട്, പീരുമേട് ഇതെല്ലാം മലമ്പ്രദേശങ്ങളാണ്. തറവാട്ടിൽ പിറന്ന പെങ്കൊച്ചു വരുന്നുണ്ട്. വല്ല പാവപ്പെട്ട കാരണന്മാരും വരുവാണെങ്കിൽ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു. കഷ്ടപ്പെടട്ടെ. ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ. നിന്റെ കാലിൽ മൊത്തം പാറമടയെന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് പോയത്. നീ എന്നെ ആളക്കളിയൊക്കെ ഈ ബസ് ഇതുവരെ പോയില്ലേ? നേരത്തെ വന്ന് പോയത് ഇവനൊക്കെ ഇങ്ങനെ തുടങ്ങിയ മാന്യമാര്. തിരുവനന്തപുരത്തേക്ക് പോകണ്ട TP നമ്പർ 345 ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. ഓ, വണ്ടി പോകാൻ ഒരുപാട് സമയം എടുക്കുന്നു. ചായ കുടിച്ചാലോ? ചേട്ടോ, ചായ ഉണ്ടോ ചേട്ടാ? ആ, ചായ ഉണ്ട്. ചായ പുട്ടോ? പുട്ടുമുണ്ട്. കോഴിയോ? കോഴിയുണ്ട്. എന്നാ പുട്ടെടുത്താ കോഴിക്ക് കൊടുക്കും. എൻ്റെ അടുത്ത് അവൻ്റെ സ്പോർട്സ്. ഞാൻ ആരുടെയൊക്കെ TP നമ്പർ 345 ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. 25 വർഷമായി ഞാനിത് തിരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് കളി വേണ്ട കേട്ടാ. ഡ്രൈവർ തങ്കപ്പൻ, എടോ എത്ര പ്രാവശ്യമായി ഞാൻ ഇവിടെ കിടന്ന് അനുവദിച്ച് ചെയ്തു. വണ്ടി എടുത്തോണ്ട് പോകണം. TP നമ്പർ 345. അവര് കൃത്യസമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണവരെ. തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോകാൻ. എന്റെ വണ്ടി നമ്പറാണോ? തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഇതന്നെ ബസിന്റെ പള്ള വലിച്ചു കീറുവാണ്. സാറേ, ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഇപ്പോഴെങ്ങാനും ഈ വണ്ടി പോവുമോ? ഈ വണ്ടി പോകുന്നില്ല. വണ്ടി എടുക്കും സാറേ, ഞങ്ങൾ കുറെ നേരം കയറി. ഇയാള് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പോകും? ഇത് ബസ്സല്ലേ? നീ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? എടോ തങ്കപ്പ, തന്നോടല്ലേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോകണം. ഇയാൾ പരിഹസിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല. ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കുക. അദ്ദേഹം ഒരു നാണം കുടുങ്ങിയാണ്. ഇതാരെ വിളിക്കുന്നത് നിങ്ങൾ? നിന്റെ അപ്പനെ. ഓ, ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണം. നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ എന്താ റൗഡിയാണോ നിങ്ങൾ? ഇപ്പഴാ നിന്നെ ഞാൻ ശ്രദ്ധിച്ചത്. എങ്ങനെയുണ്ട് രജനീകാന്തിന്റെ വീട്ടിലെ മുടി? പടയപ്പ. നല്ല രസമുണ്ട്. ബൈക്കോരും കൊണ്ട് ലോറി പോകും പോലെയുണ്ട്. ആളിറങ്ങണം, ഛർദിക്കണം. അതെ, മാവേലിക്കരയാണ്. വയറ് കാണുന്നില്ലല്ലോ. ഞാനും കുറെ നേരമായിട്ട് നോക്കുക. എടാ വൃത്തിയോട്ടവൻ, എന്റെ സ്റ്റാർട്ടിംഗ് വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. കുറെ നേരമായിട്ട് നോക്കുവാണെന്ന്. വണ്ടിയുടെ മൂക്കിനകത്ത് കോലിട്ടിളക്കി ഇപ്പൊ അതിനെ തുമ്മിക്കൂലോ? ഇപ്പൊ ഈ ബസ് ഞാനിന്ന് അടിച്ചു പൊളിക്കും. കണ്ടക്ടർ കയറാനുണ്ടേ. ഇവൻ ആരുടെ ഡെലിവറിക്ക് പോയത്?
സാറേ കാലത്ത് തന്നെ റബ്ബർ പാലാണ് കുടിച്ചത്. റബ്ബർപാലല്ലടാ, ബബിൾക്കം. മോളെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ടിക്കറ്റ്സ്. ഈ മാവേലിക്ക് ചേർത്തല. പേര് വന്നതേ മാവേലി നാട് എന്റെ പൊന്ന് സാറേ, ആ. ഈ പെണ്ണുമ്പിള്ളയുടെ വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടി ലോറിയും വന്നിടിച്ച് ഞങ്ങളുടെയൊക്കെ കാറ്റ് പോവില്ലേ? 25 വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. നീ എന്നെ നീ പഠിപ്പിക്കും. ഒരു വലിയ പാണ്ടി ലോറി വന്ന് വണ്ടി വെട്ടിക്ക്. അല്ലേ സാറേ, മരണക്കിണറിനകത്താണ് വണ്ടി ഓടിക്കുന്നത്. ടിക്കറ്റ്സ്. ചില്ലറ തരണേ. അപ്പൊ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് പറഞ്ഞത്? അതെല്ലേ എന്റെ പൊന്ന് സാറേ, ഈ പെണ്ണുമ്പിള്ളയുടെ വായിൽ നോക്കി നിങ്ങൾ പന്നിക്കുഞ്ഞുങ്ങളിലോട്ട് ഹമ്പുള്ള വഴിയാ. ഈ ഹമ്പനകത്ത് കയറി വണ്ടി വല്ല കൊക്കയിലേക്കും പോയാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും? 25 വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. നീ എന്നെ നീ പഠിപ്പിക്കുന്ന ഒരു വലിയ ഹമ്പ് വണ്ടി ചവിട്ട. എന്നാ സാറേ, കുതിര വണ്ടിയാണോ അത്? ആ കണ്ടക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയൂ. സാറേ കോൺട്രാക്ടറെ വിളിക്കണം. സാറിനെ വിളിക്കണം. അയാളോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയൂ. സാറിനോട് ചുമ്മാ ഇരിക്കാൻ. ഞാനാണ് വിളിക്കുന്നതെന്ന് പറയൂ. സാറെ വിളിക്കണം ചെല്ലാൻ. അയാളോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയൂ. അയാളോട് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ പുള്ളി. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു നോക്കണോ? ഞാനാണ് വിളിക്കണേ എല്ലാം പറഞ്ഞു. ഞാൻ ബാലൻസ് കൊടുക്കട്ടു. പുള്ളി ബാലൻസ് കൊടുത്തോണ്ടിരിക്കുവാന്ന്. ആഹാ വരില്ലെന്ന് പറഞ്ഞ വരില്ല. അവൻ അത്രയ്ക്ക് അഹങ്കാരമായി. അവനെ ഇന്നിവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ചോറും കരിമീൻ വറുത്തതുണ്ട്. ഇത് പറയാനാണോ വിളിച്ചത്? ഇട്ട് പൊക്കോ. ഇതിലും ഭേദം വല്ല പോലീസ് സ്റ്റേഷനിലും ചെന്ന് കയറുമായിരുന്നു. ടിക്കറ്റ്സ്. മാവേലിക്കര പോകത്തില്ല, ഹരിപ്പാട് തരാം. തങ്കപ്പ അല്ല, ആ പുള്ളിക്ക് അറ്റാക്ക് ആണോ വല്ല വെള്ളം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. തങ്കപ്പ എന്നാ പറ്റിടൂ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. വണ്ടി എടുക്കണം. വെളിച്ചപ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി തന്നെ. അത് സ്റ്റാൻഡിലേക്ക് കിട്ടുള്ളൂ. തനക്ക് എങ്ങോട്ടാ പോകണ്ടേ? യാത്ര ചെയ്യേണ്ട സ്ഥലം പറ. ഒരു കോഴിക്കോട്. ഒരു കോഴിക്കോട്. എന്താ കോഴിക്കോടോ? ആ, എടോ ഇത് കോഴിക്കോട് പോകുന്നില്ല. കോഴിക്കോട് പോത്തില്ല, പിന്നെ എരുമയാണോ ഉള്ളത്? എടോ ഇത് കോഴിക്കോട് പോകുന്ന ബസ്സല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റും. ഇത്ര ദൂരം വന്ന് കോഴിക്കോട് പോലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം. സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു ഇത് തിരുവനന്തപുരത്തേക്ക് പോണ ബസ്സാണ്. നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? എടാ തനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. എടോ ഇത് കോഴിക്കോട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കോഴിക്കോട് ഇത് പോകണം. പോകത്തില്ല. പോണം. ഡ്രൈവർ തങ്കപ്പ വണ്ടി നിർത്തിക്കേ. ഇവിടെ സ്റ്റോപ്പില്ലാട്ടാ. വണ്ടി നിർത്താൻ. സ്റ്റോപ്പില്ലാന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്നോട് ഞാൻ പറഞ്ഞ വണ്ടി നിർത്താൻ. ഇവിടെ സ്റ്റോപ്പില്ലാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക്? മലയാളത്തില്ല എന്നോട് ബസ് ഇറങ്ങി. എടാ ഇത് കോഴിക്കോട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കോഴിക്കോട് പോകണം. തന്നോടാ പറഞ്ഞ ബസ്സൊക്കെ ഇറങ്ങാൻ. എനിക്ക് കോഴിക്കോട് പോകണം. പോകില്ല. പോണം. പോകത്തില്ല. തന്നോടാ പറഞ്ഞ പോകുന്നില്ല. Excuse me. ഏ മിസ്റ്റർ, എന്നാ excuse me? ഇദ്ദേഹം പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി പോകില്ലെന്ന്? പിന്നെ ഇത്രയും പാസഞ്ചേഴ്സിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണോ? ഇറങ്ങി പോണം മിസ്റ്റർ. എന്റെ കാലേന്ന് ഇറങ്ങിയേക്കാമോ? എന്നാലേ എനിക്ക് പോകാൻ പറ്റും. Useless fellows. രാവിലെ തന്നെ ഒരു ആൾക്കാരെ എടാ മോനെ ജ്യൂസ്ലെസ് ഫെലോ പോടാ. ദേ ജ്യൂസേ പോ. കയ്യിന്ന് വെറുതെ അടി മേടിക്കണ്ട കേട്ടാ. ആരടാ യൂസ്ലെസ് ഫെലോ? പോടാ. വെറുതെ തല്ലുകൊണ്ട് ചാവല്ലേ? താങ്ക് യു സാർ. താങ്ക് യു. നിങ്ങളെപ്പോലുള്ള മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. സാറിന് എവിടെയാണ് പോകേണ്ടത്? എനിക്കൊരു കോഴിക്കോട്. കോഴിക്കോട്. ഇറങ്ങി പോടാ തെണ്ടി. അയ്യോ, വലിയ മാനിനായിട്ട് വന്ന് ബസ്സിലോട്ട് വലിഞ്ഞു എറിഞ്ഞു. പോടാ അവിടുന്ന്. വേണ്ട. ഇത്രയും വലിയ മനുഷ്യനാണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ. അയ്യേ, എന്താ ഇത്? അവരോട് രണ്ടുപേരോട് ബസ്സിലോട്ട് കയറാൻ പറഞ്ഞേ. അവർ ഈ ബസ്സിൽ പോകേണ്ട ആൾക്കാരല്ലെന്ന്. ദേ അങ്ങോട്ട് നോക്കിക്കേ. ആ മയിൽക്കുട്ടിയിലോട്ട് കോഴിക്കോട് 2 കിലോമീറ്റർ. അതെന്താ അങ്ങനെ പറ്റിയത്? എനിക്ക് വഴി തെറ്റി. മിമിക്സ് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന പേരാണ് കലാഭവൻ. കാരണം മറ്റൊന്നുമല്ല, മിമിക്സ് എന്നാൽ അന്നും ഇന്നും ഒരേ പേരേ ഉള്ളൂ, കലാഭവൻ. അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക,
ആ കോഴിയുടെ പരിപ്പിളകി കാണും. രാധ ഉടനെ നിൽക്കൂ, രാധ രാധ. யாருப்பா 2 பேர் புதுசா வந்திருக்கிறீங்க? ஓஹோ அப்படியா தம்பி, நீங்க கேட்கணவளுக்கெல்லாம் ஸ்பிரிட் கிடைக்காது. இவங்களுக்கு ஸ்பிரிட் ஆபீஸ் தெரியாத போல் இருக்கு. டேய் நிறுத்தடா. தங்கச்சி வரதட்சணை தற்கொலை என்ன நாடகம் ஆடுற திருட்டு ராஸ்கல். என்ன ஆம்பளிச்சி முகம். இந்த ஆண்டிப்பட்டி வீரபாண்டி தேவர் விலை சொல்லிட்டா மாறவே மாட்டேன். முடிஞ்சா நான் சொன்னவளுக்கு ஸ்பிரிட் எடுத்துட்டு போ, இல்லை எடுத்து விட்டு காலி பண்ணு. போடா போ நாயே, கல் நாயே. கலாபவன் கலாபவன் கலாபவன். സരോജം, ഈയിടെയായി എനിക്ക് തലയ്ക്ക് നല്ല സുഖമല്ലടി. ഞാൻ നാളെ അമേരിക്കക്ക് പോകുക ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോൾ നിനക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും, നത്തോലി. കടലിൽ ചാകര ഇറങ്ങിയെന്ന് തോന്നുന്നു. എവിടെയമ്മ എൻ്റെ ഉടവാൾ? കലാഭവൻ കലാഭവൻ കലാഭവൻ. ഞാൻ മുത്തങ്ങയിൽ പോയപ്പോൾ അവിടെ നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ മുടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ലയോ സുഹൃത്ത്, നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന്. ഇയാൾ പറയുകയാണ്, പോലീസുകാരൻ്റെ വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇത് വിസ്തീർണമാണ്, അസ്തമാണ്, അവിഷ്ട ആഷ്ടിസ്ത അഭ്രസ്ത്ര ആഗ്രഹമാണ്, അല്ലാതെ വിസ്തീർണ വസ്ത്ര വിത്രമല്ല. അങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല. കലാഭവൻ കലാഭവൻ കലാഭവൻ. ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം. ദൈവമേ, ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ട്. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലിയില്ലെന്ന്. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ. എവിടെ വീട്? എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് വീട്? അതെ അതെ അതെ. അവിടെ ഒരു അമ്പലമില്ല? അമ്പലം? ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ. പള്ളി? പള്ളി ഉണ്ടല്ലോ. മുറുക്കാൻകട? മുറുക്കാൻകട ഉണ്ടല്ലോ. സിനിമാ തിയേറ്റർ? സിനിമാ തിയേറ്റർ ഉണ്ട്. ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ? പരിചയം ഉണ്ടായിട്ടല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളിയും മുറുക്കാൻകടയൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ കാലിന്റെ മുകളിൽ ചാണകം ചവിട്ടിട്ട് കഴുകാത്തത്? ഇത് ചാണകം ചവിട്ടിയല്ലോ, ഇതാണ് ഷൂ എന്ന് പറയുന്ന സാധനം. ഷൂ ആണോ? അതെ അതെ. ഷൂ ആണത്? അതെ അതെ. അത് എവിടുന്ന് മേടിച്ചതാണത്? ഇത് MG റോഡിൽ ഒരു ഫുഡ് വെയർ മേടിച്ചാണ്. ആണോ? അതെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. ഇത് എവിടുന്ന് മേടിച്ചാണ്? ജനിതക ജ്വല്ലറി ആലപ്പുഴ. ഇവിടെ എന്ത് മണ്ടത്തോടെ താൻ പറഞ്ഞത്? എല്ലാവരും ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ല പോണത്, ഷൂ എടുക്കാനാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് പോകും. കള്ളനാണല്ലേ? ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. മോന്ത കണ്ടാലും പറയും. അറിയല്ലേ? ഈ ഷർട്ട് എവിടുന്ന് മേടിച്ചതാണ്? ഇതോ? ഇത് അയ്യപ്പാസ് കോട്ടയം. ആണോ? അതെ അതെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. സൂപ്പറാണല്ലോ. സൂപ്പറാണ്. ഇത് എവിടുന്ന് മേടിച്ചാണെന്നറിയോ? എവിടെ മേടിച്ചാ? ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ സിറ്റി. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനല്ല പോണത്, ഷർട്ട് മേടിക്കാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് ഒരു ഷർട്ട് കൊണ്ടുവരും. മറ്റേത് കള്ളൻ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. ജീവിക്കണല്ലോ. ജീവിക്കണമല്ലോ. ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങുണ്ടോ അവിടെ? അത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. ആ ചടങ്ങുണ്ട്. അമേരിക്കയിൽ അങ്ങനെയല്ലല്ലോ. അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത്. അമേരിക്കന്റെ കൾച്ചർ എനിക്കറിയില്ല. അല്ലല്ലേ? അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതല്ല, പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ഇയാള് പെണ്ണ് കാണാൻ പോയോ? അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല?
കഴിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വേണ്ടി കാണാൻ പോയി? പോയത്. അത് പറയുമ്പോൾ എനിക്ക് നാളെ പേറും. എന്തിനാ നാണിക്കണത്? ഇത് ആണുങ്ങൾ പറഞ്ഞാണല്ലോ ഈ പെണ്ണ് കാണൽ ചടങ്ങ്. ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങളെ പെണ്ണ് കാണാൻ പോവില്ലല്ലേ? കേരളത്തിൽ അങ്ങനെ പതിവില്ലല്ലോ. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ഇതാ ചായ എന്ന് പറഞ്ഞ് പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം. അത് പിന്നെ സർവ്വസാധാരണം. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത്. ഇവിടെ എന്തിനാ നാണിക്കുന്നത്? പെണ്ണിനെ നാണിക്കണം. നമ്മൾ ആണുങ്ങൾ പുരുഷത്തോടെ നിൽക്കണം. അല്ലേ? അതെ. പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരു ഇതാണല്ലോ, തലമുറത്തിന്റെ, മറ്റേത് ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണാണല്ലോ. അതെ. അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണമെന്ന്. പിന്നെ പെണ്ണോട് തീർച്ചയായിട്ടും ചോദിക്കണം. ഇയാളെന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന ഉടനെ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ചായക്ക് കടിയൊന്നുമില്ല മോളെ എന്ന്. ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ചോദിക്കേണ്ടത് പെണ്ണിന്റെ പേരെന്താണ്, പെണ്ണ് എത്ര വരെ പഠിച്ചു എന്നൊക്കെയല്ലോ ചോദിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം അതാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, എക്സ്ക്യൂസ് മീ, എത്ര വരെ പഠിച്ചു എന്ന്. അപ്പോൾ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു എന്നോട് ഡിഗ്രി തോറ്റു എന്ന്. അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല. 1 മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു. എന്താ പറഞ്ഞു? ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ? SSLC എഴുതി രണ്ടാമതും ജയിക്കണ്ടേ? ഈ സമയത്താണ് ചുമരിന്റെ മുകളിൽ ഒരു ഫോട്ടോ കാണുന്നത്. എന്നിട്ട് ഭിത്തിയിലൊരു ഫോട്ടോ കാണുന്നത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അച്ഛൻ മിലിറ്ററിയിലാണല്ലേ മോളെ? അവളെന്ത് പറഞ്ഞു? അച്ഛൻ മിലിറ്ററിയിലല്ലാന്ന്. അപ്പൊ ഇത് പിന്നെ അലിയനായിരിക്കും. അലിയനും അല്ലാന്ന്. അപ്പൊ അമ്മാവനായിരിക്കും. ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന്. അമ്മാവനും അല്ലാന്ന്. പിന്നെ ആരാണത്? ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന്. അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്. എടാ നീ ആരോടാണ് ഈ സംസാരിക്കണത്? എന്താണ്? എടാ റൗഡി രാജനാണത്. റൗഡി രാജനാണോ? അത് മാത്രല്ല നിന്റെ പെങ്ങളെ ലൈൻ അടിച്ചവനാണത്. ചോദിക്കടാ നീ. ഇവനാണത്? ഇവനാണത്. ചോദിക്കടാ നീ അങ്ങോട്ട്. എടാ നീ ചോദിക്കും. നീ അല്ലേ റൗഡി രാജൻ എന്ന് ചോദിക്കടാ. നിങ്ങളൊന്ന് ചോദിച്ചു. നീ ചോദിക്കും. നീ ധൈര്യമായിട്ട് ചോദിക്കും. നീ ആണല്ലേടാ ചോദിക്കണം അങ്ങോട്ട്. പ്രശ്നമൊന്നുമില്ല. രണ്ടര അങ്ങോട്ട് പൊട്ടിച്ചോടാ. നീ ചോദിക്കും. നീ ചോദിക്കും. അവരെ റൗഡി തരം നീ ചോദിക്കും. നിങ്ങളാണോ റൗഡി രാജൻ? ഞാനാണ് ഈ റൗഡി രാജൻ. സത്യസന്ധതൻ. എന്ത് നീറ്റ്. വളരെ ഡീസന്റ് അല്ലേ? എടാ മണ്ട അങ്ങനെയല്ല ചോദിക്കണ്ടേ. എടാ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണ് അവൻ. ഇവനാണത്? അതെ. അപ്പൊ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിക്കുക. എന്നൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചോദിക്കടേ. നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനെ ചോദിക്കണം. ചോദിക്കടാ. നീ ചോദിച്ചാൽ മതിയോ? എടാ നീ ചോദിക്ക. എന്റെ പെങ്ങളെ ഇങ്ങനെ കാണിച്ചിരുന്നു. നിന്റെ പെങ്ങളെ നോക്കി ഞാൻ 5 പ്രാവശ്യം ഇങ്ങനെ കളിച്ചു. സത്യമായിട്ട് കളിച്ചു. സത്യം. എന്ത് നല്ല സത്യസന്ധതൻ. അയ്യോ പാവല്ലേ. അങ്ങനെയാണോ ചോദിക്കണേ? നീ ചേട്ടനാണ്. നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ. എടാ നീ ചോദിക്കണം. ഇവനാണ് എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയത്. ഇവനാണ്. ഇവനാണ്. നിന്റെ പൗരുഷകം ഇവിടെ കൊടുക്കണ. ഞാൻ ഇവനാണ്. ഞാൻ സിനിമയ്ക്ക് പോയി ചോദിക്കട്ടെ. എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നു. ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു. ഏതായിരുന്നു സിനിമ? ചാന്ത് പൊട്ട്. അതെങ്ങനെ സിനിമ ശരിക്കും എങ്ങനെ ഉണ്ടത്? വളരെ വെറൈറ്റി പടം. വെറൈറ്റി. ദിലീപിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിനൊരു മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ? മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല. ദിലീപിന് മാത്രം പറ്റും. അങ്ങനെയല്ലേ? വളരെ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു. ചെയ്യൂല. സത്യം. ഇവിടെ പൊട്ട അങ്ങനെയാണോ ചോദിക്കുന്നത്? നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് നീ ചൂടായിട്ട് ചോദിക്കാം. എടാ അടിക്കണം. അവന്റെ മോൻ നോക്കി നീ അടിയണം. എന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയാൽ അടിക്കണം. അങ്ങനെ ഇനി എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയാൽ നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയാൽ അടിച്ച് നിന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ പറ്റും. എന്റെ അല്ല അവന്റെ. അവന്റെ മോന്തത് ഇവിടെ ഒരു അടി കൊടുക്ക്. എവിടെ? ഇവിടെ കൊടുക്കണ അടി. ഇവിടെയാണോ? ഇവിടെ. ഇങ്ങനെ വന്നേ. അതെ, അവന്റെ പെങ്ങളെ ഞാൻ ചിലപ്പോ പാർക്ക് കൊണ്ടുപോകും, സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം? എനിക്ക് പ്രശ്നം എന്താന്നാ? എടാ ഞാൻ കെട്ടാൻ പോണ പെണ്ണെ തന്നെ വേണോടാ നിനക്ക് ബീച്ചിൽ കൊണ്ടാൻ.